നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലയിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷ എന്തായിരിക്കും? ആ കൊടുങ്കുറ്റവാളിക്ക് കോടതി തൂക്കുകയർ വിധിക്കുമോ? കേരളം കാത്തിരിക്കുന്ന വിധി അറിയാൻ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. നെന്മാറ ഇരട്ടക്കൊലയിൽ പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിച്ചേക്കും. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. അയൽവാസികൾക്ക് പ്രതി തന്ന ഭീഷണി ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നാളേക്ക് വെച്ചിട്ടുള്ളത് മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് DLS എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നാളെ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ പ്രതിഭാഗം പറയുന്നത് ഈ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസാണ്. ആ കേസിൽ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പരമാവധി വധശിക്ഷ നൽകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്ന് മാത്രം. അപ്പോൾ നാളെ ശിക്ഷാവിധി ഉണ്ടാവാൻ സാധ്യത? നാളെ സാധ്യതയില്ല. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിലെ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളെ വിധി വരാൻ സാധ്യത വളരെ കമ്മിയാണ്. ഉണ്ടാവില്ല. കാരണം അയാളെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ VD മോഹൻദാസ് ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം നാളെ വിധി പറയില്ല എന്നാണ്. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് പിന്നെ വക്കീൽ പറയണമെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇരുവിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് അഭിഭാഷകർ പറയുന്നതനുസരിച്ച് ഈ പ്രതിക്ക് ചെന്താമരയ്ക്കുള്ള ശിക്ഷ എന്താണെന്നറിയാം. കേരളം കാത്തിരിക്കുകയാണ്. പക്ഷെ ഇനിയും കൂടുതൽ കാത്തിരിപ്പ് വേണ്ടി വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം മിറ്റിഗേഷൻ റിപ്പോർട്ട് അടക്കം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇയാളുടെ ഭാഗത്ത് ഒരിക്കൽ പോലും ഒരു മനപരിവർത്തനത്തിന് സാധ്യതയില്ലെന്ന്. കാരണം വീണ്ടും ഈ ഇത്രയധികം കൂട്ടക്കൊലകൾ നടത്തിയിട്ടും 3 പേരെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു കുറ്റബോധവുമില്ലാത്ത വ്യക്തിയാണ്. അതിനുശേഷവും പലർക്കു നേരെയും കൊലവിളി മുഴക്കുന്നുണ്ട്. തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് ചെന്താമര തന്നെ കോടതിയോട് പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. എന്ത് പ്രതീക്ഷിക്കാം? അതായത് എന്ന് വിധി വരുമെന്നാണ് സൂചനകൾ. നാളെയും ഇതുമായി ബന്ധപ്പെട്ട് അതായത് എന്തെങ്കിലും വാദങ്ങൾ കോടതി പൂർത്തിയാകുന്നുണ്ടോ, അതോ ഈ റിപ്പോർട്ടുകളുടെ പരിശോധനകൾ മാത്രമായിരിക്കുമോ നാളെ കോടതിയിൽ നടക്കുക? ചെന്താമര കേസിൽ വിധി വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് ഇന്നത്തെ നടപടികൾ ക്രമങ്ങൾ മനസ്സിലാക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. നാളെ മിറ്റിഗേഷൻ റിപ്പോർട്ട്, അത് നിയമസഹായ സമിതി നൽകുന്ന റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ എത്തും. അതിൽ ഒരുപക്ഷെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായേക്കാം. എന്താണെങ്കിലും ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിനനുസരിച്ചായിരിക്കും ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായാലും മറ്റൊരു ദിവസത്തേക്കായിരിക്കും വിധി പറയാൻ മാറ്റിവെക്കുക എന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റന്നാളായിരിക്കാം, അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസമായിരിക്കും. അതെന്താണെന്ന് നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ഇതുവരെയുള്ള തെളിവുകളും അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രതിയുടെ മാനസികാവസ്ഥയും ഇതുവരെ അയാളുടെ ചരിത്രവും എല്ലാം പരിശോധിക്കുമ്പോൾ ഒരു മനപരിവർത്തനമോ ഇതിൽ പശ്ചാത്താപമോ ഒന്നും തോന്നാത്ത ഒരു വ്യക്തിയാണ് ഈ ചെന്താമര. മാത്രമല്ല ആ കുട്ടികൾക്ക്, അതായത് സുധാകരൻ്റെ കുട്ടികൾക്ക് ഇയാൾ ഭീഷണിയാകുന്നുണ്ട്. ആ കുടുംബം സമൂഹത്തിന് തന്നെ, ആ മേഖലയിലെ പലർക്കും ഇയാൾ ഭീഷണിയാകുന്നുണ്ട്. 2 കുടുംബങ്ങൾ അവിടുന്ന് താമസം മാറുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പലരുടെയും ജീവന് ഭീഷണിയെന്ന് അവർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ, മറ്റുള്ളവർക്ക് ഭീഷണിയാവുന്ന ഒരു ക്രിമിനലാണ് ഇയാളെന്നും മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയില്ലെന്നും ഇയാൾ ചെയ്ത കൊടും ക്രൂരകൃത്യം അതിൻ്റെ ഗൗരവം ഇയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്നും 3 കൊലപാതകങ്ങൾ 2019 കൊലപാതകം തുടർച്ചയായിട്ടാണ് 2025 ഇരട്ട കൊലപാതകമെന്നും പ്രോസിക്യൂഷൻ
കോടതിക്ക് മുമ്പാകെ വിസ്തരിച്ചത് അല്ലെങ്കിൽ ഹാജരാക്കിയത് കോടതി അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി കണ്ടെത്തിയത്. ഇനി അവർ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന പോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കോടതി നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ ആകെ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം പ്രായത്തിൻ്റെ ആനുകൂല്യം മാത്രമാണ്. 62 വയസ്സോളം ഇയാൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘടകം അവിടെ നിലനിൽക്കുന്നു എന്നതാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. മാത്രമല്ല മുൻപത്തെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നത് ഈ ഒരു കേസിൽ ശിക്ഷ നൽകാൻ കാരണമാവുന്നില്ല എന്ന വിധിന്യായമൊക്കെ രാജസ്ഥാൻ കോടതി വിധിന്യായമൊക്കെ പ്രതിഭാഗം കോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതും എത്രമാത്രം കോടതി അംഗീകരിക്കുമെന്ന് പറയാനാകില്ല. മാത്രമല്ല ഇയാൾക്കെതിരെ സാഹചര്യത്തിലുള്ള മാത്രമാണുള്ളതെന്നാണ് പ്രതിഭാഗം പറയുന്നത്. പക്ഷേ വിധി പറഞ്ഞൊരു കേസിൽ ഇനി അതിന് പ്രസക്തമല്ല. ഇനി ഇവിടെ ആകെ ശേഷിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഇയാൾക്കെതിരെയുള്ള ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുൻപുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ശേഖരിക്കുന്നത്. അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ എന്ത് പറയുന്നു എന്നുള്ളതും അതിൽ വാദപ്രതിവാദം ഉണ്ടാകുമോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. അതിനുശേഷം നാളെ ആയിരിക്കും എന്നാകും വിധി പറയുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ടോം. തീർച്ചയായും എന്തായാലും ഈ കുടുംബം, സുധാകരൻ്റെ കുടുംബം, അവരുടെ മക്കൾ അടക്കം ആവശ്യപ്പെടുന്നത് ഈ പ്രതിക്ക് ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിക്കണമെന്നാണ്. പ്രോസിക്യൂഷൻ്റെ വാദവും അതുതന്നെയാണ്. നമുക്കങ്ങനെ എന്ത് പ്രതീക്ഷിക്കാം? പ്രോസിക്യൂഷൻ പ്രതീക്ഷയിലാണോ? കുടുംബം പ്രതീക്ഷയിലാണോ? സാധാരണഗതിയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കേണ്ടതല്ലേ? കാരണം ഇയാളെപ്പോലെയുള്ള ഒരു കൊടും ക്രിമിനൽ പുറത്തിറങ്ങിയാൽ വീണ്ടും അവിടുത്തെ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക്, അയൽവാസികൾക്കൊക്കെ അത് ഭീഷണിയാകും എന്ന കാര്യം ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും പ്രോസിക്യൂഷൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഇയാളുടെ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലവും ഇയാളുടെ മാറാത്ത സ്വഭാവവും ഇയാൾ മൂലം ആ കുടുംബത്തിനും ആ നാടിനും ആ പ്രദേശവാസികൾക്കും ഉണ്ടാകുന്ന ഭീഷണിയുമാണ്. അതായത് ഇയാൾ പുറത്തിറങ്ങിയാൽ ആ കുടുംബത്തിലെ ഒരാളെ കൂടി കൊല്ലും അല്ലെങ്കിൽ ആ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ആ കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട്. 3 പേരാണ് ഒരു കുടുംബത്തിലെ ഇയാൾ കാരണം ലോകത്തിൽ ഇല്ലാതെയായിപ്പോയത്. അപ്പോൾ അയാളുടെ ആ തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ അയാൾ അന്ധവിശ്വാസം മൂലം നഷ്ടമായത് ആ കുടുംബത്തിൻ്റെ 3 വിലപ്പെട്ട ജീവനാണ്. ആ കുട്ടികൾ അനാഥരാണ് അക്ഷരാർത്ഥത്തിൽ. സ്വാഭാവികമായിട്ടും അവർക്ക് ജീവനിൽ ഭയമുണ്ടെന്ന് അവർ തന്നെ കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇയാളെ പേടിച്ച് നാടുവിട്ടവർ ഉണ്ട്, പുഷ്പയടക്കമുള്ളവർ. അതുപോലെ തന്നെ ശിവരാജനടക്കമുള്ളവർക്ക് ഭീഷണിയുണ്ടെന്ന് അവർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇനി പുറത്തിറങ്ങുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ആ നാടിന് വലിയ ഭീഷണിയാകും. മാത്രമല്ല അത് വലിയൊരു ദുരന്തത്തിന് വീണ്ടും വഴിവെക്കും. ഒരിക്കലും ചെയ്തു പോയ കുറ്റകൃത്യത്തിൽ പശ്ചാത്താപമില്ലാത്ത, മനഃശാഞ്ചന്യമില്ലാത്ത, തിരുത്താൻ ഒരു തരത്തിലും താൻ തയ്യാറല്ലെന്ന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയ, ഇനിയും വേണമെങ്കിൽ ഞാൻ ആരെയും നേരിടുമെന്ന് പറയുന്ന, ഗാന്ധിജി അല്ലെന്ന് പറയുന്ന ഈ ഒരു പ്രതി അത് മനസ്സാക്ഷി ഇല്ലാത്ത ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തുവിടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും മാത്രമല്ല ഇത് ഒരു കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ അപൂർവമായിട്ടുള്ള കുറ്റകൃത്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുള്ളത്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് നമുക്ക് നിരീക്ഷിക്കാനാകും. കാരണം മിറ്റിഗേഷൻ റിപ്പോർട്ട് അടക്കമുള്ളവ ഹാജരാക്കുമ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാലതാമസം എടുക്കുന്നതെന്നും ഇത്രയും നടപടികൾ ദൈർഘ്യമെടുത്ത് പൂർത്തീകരിക്കുന്നതുമാണ് നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ ചെന്താമരയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും കോടതിയുടെ വിധി അത് എന്താകുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാനാകില്ല. എന്ന് വിധി വരുമെന്നുള്ള കാര്യത്തിൽ നാളെയോടെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും. ടോം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിക്കണം, പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. കുടുംബമടക്കം അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നീതി കിട്ടണമെങ്കിൽ അച്ഛനെ, അമ്മയെ, മുത്തശ്ശി അടക്കം നഷ്ടപ്പെട്ട 2 കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവരുടെ കുടുംബമുണ്ട്. അത്രയധികം ഭീതിയോടെ ജീവിക്കുന്ന ആ പ്രദേശത്തെ പോത്തുണ്ടിയിലെ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ നീതി ഉറപ്പാക്കേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പത്തനംതിട്ട അടൂരിലെ ഷഹാനയുടെ മരണത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. ഏഴംകുളം സ്വദേശി അരുണാണ് പിടിയിലായത്. ആത്മഹത്യാ പ്രേരണയ്ക്കാണ് കേസ്. മരണത്തിന് മുൻപ് ഷഹാനയെ അരുൺ മർദ്ദിച്ചതായും ഇതാവാം ജീവനൊടുക്കാൻ കാരണമെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. തിങ്കളാഴ്ച രാത്രിയാണ് ഷഹാനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ വെച്ച് യുവതിയും ആൺസുഹൃത്തും തമ്മിൽ കയ്യാങ്കളി നടന്നതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ ഷഹാന ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്നു. വിവാഹമോചന കേസും കോടതിയുടെ പരിഗണനയിലാണ്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, നമുക്കറിയാം ഇന്നലെ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. അതായത് തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു. കുടുംബമടക്കം
ഈ ഷഹാനയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. അതായത് തൂങ്ങി മരിച്ചതാണെങ്കിൽ പോലും കൊലപാതക സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പോലീസ് തുടക്കത്തിൽ സംശയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി അത് കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ ആത്മഹത്യയുടെ കാരണം കണ്ടെത്തണം. അതിനിടെയാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ് പെട്ടെന്ന് ആ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണം, ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണ്? തിങ്കളാഴ്ച രാത്രിയാണ് അടൂർ കോട്ടമുകൾ സ്വദേശി ഷഹാനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ വീട്ടിലെ ബഹളങ്ങളൊക്കെ കേട്ടതിനു ശേഷം അയൽവാസികൾ ഓടിച്ചെല്ലുമ്പോഴാണ് സുഹൃത്തായ അരുണ്, ഏഴംകുളം സ്വദേശിയാണ് അരുണ്, ആ വീട്ടിലുണ്ടായിരുന്നു. അരുൺ ആ വീട്ടിൽ തൂങ്ങി മരിച്ച ഈ ഷഹാന തൂങ്ങി മരിച്ച സമയത്ത് തന്നെ അരുണിന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു. അരുണാണ് വാതിൽ തുറന്നത്. അപ്പോൾ തന്നെ പ്രദേശവാസികൾ പോലീസിൽ അറിയിക്കുകയും അരുണിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലാണ് അരുൺ പറഞ്ഞത് താൻ കൊലപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഈ ഷഹാനുമായി ചില വാക്കുതർക്കങ്ങളുണ്ടായി, മർദ്ദിക്കുകയുണ്ടായി, കഴുത്തിന് കുത്തിപ്പിടിക്കുകയും കരണത്തടിക്കുകയും ചെയ്തു. ഒപ്പം മർദ്ദിച്ചു എന്നുള്ള കാര്യം കൂടി അരുൺ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു മനോവിഷമത്തിൽ പെട്ടെന്ന് ഈ സ്റ്റെയർ കേസിന്റെ കമ്പിയില് അതുപോലെ തന്നെ ഈ ഷാൾ കെട്ടിയാണ് ഷഹാന ആത്മഹത്യ ചെയ്തത്. ഈ ഒരു കാര്യമാണ് പോലീസ് പ്രധാനമായും ഈ അരുണിനെതിരെ കേസെടുക്കാൻ കാരണം. എന്തുകൊണ്ട് ഇത്തരമൊരു സംഘർഷം ഉണ്ടായ സമയത്ത്, സംഘടന നടന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാൻ ഷഹാന പോകുമ്പോൾ തടഞ്ഞില്ല എന്നുള്ള കാര്യം, അതായത് പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ അരുണിനെ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇവർ വർഷങ്ങൾ നേരത്തെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഷഹാന അകന്നു കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഒരു കാര്യത്തിൽ അരുണിന് പങ്കുണ്ട്, ഈ ആത്മഹത്യയിൽ അരുണ് പങ്കുണ്ട്. അരുണുമായി വഴക്കുണ്ടായതിനു ശേഷമാണ് ഷഹാന ആത്മഹത്യ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. നേരത്തെ പ്രചരിച്ചിരുന്ന വാർത്ത എന്ന് പറഞ്ഞ സംശയിച്ചിരുന്ന കാര്യം, അരുണുമായി വഴക്കുണ്ടായതിനു ശേഷം അരുൺ ഈ ഷഹാനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുക എന്നുള്ള ആരോപണമാണ് കുടുംബം പ്രധാനമായി ഉന്നയിച്ചത്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ആത്മഹത്യയാണെന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, ഷഹാന മരിക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നവരാണ് അത് തടഞ്ഞില്ല എന്നുള്ള കാര്യം, ഒപ്പം ഈ മർദ്ദിക്കുകയും അതുപോലെ തന്നെ വളരെയധികം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ ഒരു പ്രേരണയിലാണ് ഷഹാന ആത്മഹത്യ എന്നുള്ള കാര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഈ അതായത് ശശിനാരായണ, ഈ അരുണിന്റെ ഈ ആൺസുഹൃത്തിന്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണോ ഈ ഷഹാന തൂങ്ങി മരിച്ചത്? ആ സമയത്ത് മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല, ഇയാൾ എന്തുകൊണ്ട് തടഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ. അതാണല്ലോ കുടുംബവും ഒരു സംശയം ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം ഷഹാന വിവാഹിതയാണ്, നേരത്തെ ഭർത്താവുമായി പിണങ്ങി അകന്നു കഴിയുന്ന ഒരു കുട്ടിയുമുണ്ട്. ഇതല്ല, കുട്ടി ട്യൂഷന് പോയിരിക്കുകയാണ് എന്നുള്ള വിവരമാണ്. പുറത്ത് പോയിരുന്ന സമയത്താണ് ഈ അരുൺ ആ വീട്ടിൽ വരുന്നത്. അവർ തമ്മിൽ സംസാരമുണ്ടാവുന്നു. പിന്നീട് ഷഹാനെ ഈ അരുൺ മർദ്ദിക്കുന്നു, വാക്കേറ്റം ഉണ്ടാവുന്നു. അതിനുശേഷം ഷഹാന ഈ ഷാൾ ഉപയോഗിച്ച് വീടിന്റെ സ്റ്റെയർ കേസിലെ കൈവരിയിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഈ സുഹൃത്ത് ആയ അരുൺ പോലീസ് മൊഴി നൽകിയത്. പക്ഷെ പോലീസ് ആദ്യഘട്ടത്തിലൊന്നും ഈ മൊഴി വിശ്വാസത്തിലെടുത്തിരുന്നില്ല. കുടുംബവും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ എന്നുള്ള രീതിയിലാണ് കുടുംബം ഉന്നയിച്ചത്. പക്ഷെ പോസ്റ്റ്മോർട്ടം, കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷഹാനയുടെ മരണം ആത്മഹത്യയാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആത്മഹത്യയാണെന്ന് ഉള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രേരണ കുറ്റം ചുമത്തി. അതായത് ആ സമയത്ത് അരുൺ ആ സമയത്തുണ്ടായിരുന്നു, വഴക്കുണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, മർദ്ദിക്കുന്ന സമയത്തുണ്ടായിരുന്നു. ആ അരുണിന്റെ സാന്നിധ്യത്തിലാണ് ഈ ആത്മഹത്യ നടന്നത്. അതെന്തുകൊണ്ട് പിന്തിരിപ്പിച്ചില്ല എന്നുള്ള കാര്യം കൊണ്ട് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് അരുണിന്റെ ചുമത്തിലുള്ളത്. അത്തരത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും വിശദമായി തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതിൻ്റെ കാരണം കണ്ടെത്താനുള്ള നീക്കമാണ്. ശശിനാരായണ, മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, എത്ര നാളായി ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു? ഷഹാനയും ഈ അരുണും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം അറിയണം. മാത്രമല്ല, ഇതാണോ ഈ ഇരുവരും തമ്മിലുള്ള ഈ വിവാഹേതര ബന്ധമാണോ ഷഹാനയുടെ ദാമ്പത്യ ജീവിതം തകർത്തത്? ഏറ്റവും ഒടുവിൽ അത് വിവാഹമോചന കേസിലേക്ക് വരെ നീങ്ങുന്നു. അത് കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെ ഇത്രയും ഒരു ദാരുണമായിട്ടുള്ള ഒരു മരണം ഉണ്ടായത് പോലും. ഇവരുടെ മകൾ ഷഹാനയുടെ കുട്ടി ആരുടെ ഒപ്പമായിരുന്നു? ഈ യുവതിയുടെ ഒപ്പമായിരുന്നോ? അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സ്വാഭാവികമായും ആളുകൾക്ക് അറിയാൻ ഒരു താല്പര്യമുണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, ഇതുപോലുള്ള
ദാമ്പത്യ തകർച്ച, അവിഹിത ബന്ധങ്ങൾ, നിരവധി കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്, നിരവധി കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം തന്നെ തകർത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഷഹാന എന്ന യുവതിയുടെ മരണം പോലും. ഇത് തന്നെയായിരുന്നോ ഈ യുവാവുമായിട്ടുള്ള ബന്ധമായിരുന്നോ ഇവരുടെ കുടുംബജീവിതം തകർത്തത്? ടോം, അത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് ഈ അരുണുമായി പരിചയപ്പെട്ടെന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അത്തരത്തിലുള്ള സൗഹൃദം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അരുണ് KSEB ഡ്രൈവറാണ്, താൽക്കാലിക ജീവനക്കാരനാണ്. ഈ ഷഹാനയും അരുണും തമ്മിൽ ഇത്തരം ഒരു ബന്ധം അതിനുശേഷമാണ്, അതായത് ഭർത്താവുമായി പിണങ്ങി അകന്നു കഴിഞ്ഞിരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഇവർ തമ്മിൽ കണ്ടു പരിചയപ്പെടുകയും പിന്നീട് അത്തരത്തിലുള്ള ബന്ധമാണ് തുടർന്നു പോയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഈ യുവതിക്കൊപ്പം തന്നെയായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. കുട്ടി യുവതിക്കൊപ്പമാണ് ഉള്ളത്, ഒരു കുട്ടിയാണുള്ളത്. എന്തായാലും ഈ നിലവിൽ വിവാഹബന്ധം വേർപെടുത്താനുള്ള കേസും കോടതി നടക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. ഇന്നലെ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം രാത്രി അരുൺ അവിടുന്ന് എത്തിയതിനു ശേഷം ഇവർക്ക് വാക്കുതർക്കം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നതും ഒപ്പം പിന്നീട് ഷഹാന ഈ തൂങ്ങി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ഇതിന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, അതിനുശേഷം വാക്കുതർക്കം ഉണ്ടാകുന്നു, പിന്നീട് മർദ്ദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അരുണിന്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഷഹാന വീട്ടിലെ ഷെയർ തൂങ്ങി മരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നേരത്തെയുള്ള ഷഹാനയുടെ ജീവിത സാഹചര്യങ്ങളോ മറ്റു കാര്യങ്ങളോ നമുക്ക് ലഭ്യമല്ല. നേരത്തെ ഭർത്താവുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിന്റെ പേരിൽ ആ ബന്ധം വേണ്ട എന്ന് വെക്കുന്നു. തുടർന്ന് കോടതിയിൽ കേസുണ്ട്. ആ കേസിന് ശേഷം പൂർണ്ണമായും അത് ഡിവോഴ്സ് ബന്ധം വേർപെടുത്തി ജീവിക്കാനുള്ള തീരുമാനമാണെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഈ അരുണുമായി ചില ബന്ധം ഉണ്ടായിരുന്നു, സുഹൃത്താണ്. അരുൺ അവിടെ വരികയും പോവുകയും ചെയ്യുന്ന അത്തരം ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായി പിന്നീട് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് പോലീസ് നൽകുന്ന വിവരം. യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമായിരുന്നു പത്തനംതിട്ട അടൂരിൽ സംഭവിച്ചത്. ഷഹാനയുടെ മരണത്തിൽ ആൺസുഹൃത്ത് ഏഴംകുളം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മരണത്തിന് മുൻപ് ഷഹാനെ അരുൺ മർദ്ദിച്ചതായിതാവാം ജീവനെടുക്കാൻ കാരണമെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. തിങ്കളാഴ്ച രാത്രിയാണ് ഷഹാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം ഓച്ചിറയിലെ ബാറിൽ സംഘർഷം. മദ്യപിക്കാനെത്തിയവരും ജീവനക്കാരും തമ്മിലാണ് തല്ലുണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ സംഘർഷത്തിൽ ബാർ ജീവനക്കാർക്ക് പരിക്കേറ്റു. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയവരാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഓച്ചിറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. വിനീഷ്, മദ്യപിക്കാനെത്തിയവർ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്, ജീവനക്കാരെ മർദ്ദിക്കുന്നുണ്ട്, അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു തകർക്കുന്നു, ഈ കുപ്പികളടക്കം എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? പ്രകോപന കാരണം എന്താണ്? ഈ ജീവനക്കാരുമായുള്ള പ്രശ്നമാണോ? ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് തിങ്കളാഴ്ച ആണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി സമയത്താണ് ഓച്ചിറയിലുള്ള ഒരു ബാറിലേക്ക് ഒരു 5 സംഘം കടന്നു വരുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആദ്യം ഇവർ റിസപ്ഷനിലാണ് അക്രമം നടത്തിയത്. റിസപ്ഷനിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും തുടർന്ന് ബാർ കൗണ്ടറിലേക്ക് എത്തിയിട്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള അക്രമം നടത്തിയിരിക്കുന്നത്.
കുപ്പി, അതായത് സോഡ കുപ്പികളാണ് അടിച്ചു ഉടയ്ക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസുകൾ അടിച്ചുടയ്ക്കുന്നുണ്ട്. മദ്യപിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അതിൽ കാണാൻ കഴിയും. അപ്പോൾ കസേര എടുത്ത് നിലത്തടിക്കുന്ന അങ്ങനെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഓച്ചിറയിൽ നടന്ന ഒരു ബാറിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓച്ചിറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാർ ഉടമയുടെ പരാതിയിന്മേലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനത്തിലാണ് ഇവർ എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അങ്ങനെ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വാഹന ഉടമയെ വിളിച്ചപ്പോൾ ഈ സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലാണ് പോലീസിന് വിവരം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് പോലീസ് പറയുന്നത് ഞായറാഴ്ച ദിവസം ഈ സംഘാംഗങ്ങൾ മദ്യപിക്കാൻ എത്തിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ബാർ സമയം കഴിഞ്ഞിട്ടും ഇവർ മദ്യം ചോദിച്ചു. അപ്പോൾ ഇത് മദ്യം കൊടുക്കാത്തതിലുണ്ടായ ഒരു തർക്കവും വിരോധവുമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. അന്നേരവും ഇത്തരത്തിലുള്ള ഒരു ബാർ ജീവനക്കാരുമായിട്ട് തർക്കത്തിലേർപ്പെട്ട് വലിയ ഭീകരാന്തരീക്ഷത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പോലീസ് ഇടപെട്ടാണ് ഇവരെ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തത്. തൊട്ട് പിറ്റേ ദിവസമാണ്, അതായത് തിങ്കളാഴ്ചയാണ് ഈ സംഘാംഗങ്ങൾ വീണ്ടും വൈകുന്നേരത്തേക്ക് ഇവിടെ എത്തുന്നു. ഈ ബാറിനുള്ളിൽ ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത്. ടോം, യെസ്, എന്തായാലും ഈ പോലീസ് ആർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ഈ പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെ മാത്രമാണോ അതോ ജീവനക്കാർക്കെതിരെയും കേസുണ്ടോ? ബാർ ജീവനക്കാരുടെ, ബാർ മാനേജറുടെയും ബാർ മുതലാളിയുടെയും പരാതിയിന്മേലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്ന വ്യക്തികളെ പോലീസിന് ഏകദേശം ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. മലപ്പുറം രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ വന്നെങ്കിൽ പോലും ആലപ്പുഴ കരുനാഗപ്പള്ളി മേഖലയിലുള്ള ചില ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ളവർ ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടതായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ടോം പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ ഈ പ്രതികൾ പിടിയിലാകും എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും വിവരം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും മുഴുവൻ പ്രതികളും ഉടൻ തന്നെ പിടിയിലാകാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത്. ടോം, യെസ്, ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, ഒരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ലഹരി സംഘത്തിൽപ്പെട്ടവരാണോ ഈ അക്രമികൾ? കാരണം ഇങ്ങനെ ഒരു പ്രകോപനവുമില്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇവർ ആ ബാറിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റ് നേരത്തെയും ചെയ്തവർ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. കാരണം യാതൊരു മടിയും കൂടാതെ CCTV ഈ ക്യാമറകൾ അടക്കം ഉണ്ട് എന്നെല്ലാം ബോധ്യമായിട്ടുള്ളവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ എല്ലാം ബോധപൂർവം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ ആ ബാർ കൗണ്ടറിൽ നിൽക്കുന്ന ആളെ ഗ്ലാസ് എടുത്തെറിയുന്നു, കുപ്പി എടുത്തെറിയുന്നു ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മദ്യപിക്കാനായി വന്നവർക്കും ഇത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു ചെറിയ രീതിയിൽ മർദ്ദനം ഏൽക്കുന്ന തരത്തിലുള്ള ദൃശ്യം, ഇതെല്ലാം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റിസപ്ഷനിലെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രതികളുടെ, അതായത് ഈ അക്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെ മുഖം വ്യക്തമാണ്. അപ്പോഴാണ് പോലീസിന് ചില സൂചനകൾ ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ക്രിമിനൽ ബന്ധമുള്ളവരാണ് ഈ ഒരു അക്രമം നടത്തിയിരുന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികളെ പിടികൂടി അവരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതിനുള്ള തീവ്ര ശ്രമത്തിലാണെന്നാണ് പോലീസിൽ നമുക്ക്. ഇത് മലപ്പുറം രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് പ്രതികൾ എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണോ അതോ മലപ്പുറത്ത് നിന്ന് വന്നവരാണോ? എന്താണ് പോലീസിന് ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഈ പ്രതികൾ എത്തിയിട്ടുണ്ടോ? ഇവരുടെ പശ്ചാത്തലം എന്താണ്? ടോം, ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് പോലീസിന് ചില സൂചനകൾ ലഭ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഇത്തരത്തിലുള്ള അടിപിടി കേസുകളെല്ലാം പ്രതി ചേർക്കപ്പെട്ടവരാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്, വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം രജിസ്ട്രേഷനുള്ള ഒരു കാറിലാണ് ഈ അക്രമി സംഘങ്ങൾ എത്തിയത്. അപ്പോൾ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിന്റെ ഉടമയെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മലപ്പുറത്തുള്ള ഒരാളാണ്, പക്ഷേ അദ്ദേഹവും ഈ സംഘങ്ങളുമായിട്ട് എന്താണ് ബന്ധം അതിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ
പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ വാഹനത്തിന്റെ ഉടമ തന്റെ സുഹൃത്തിന് ഈ വാഹനം കൊടുത്തിരുന്നു. പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്നൊക്കെ ഉള്ള ചില വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസിൽ നിന്ന് അറിയുന്നത്. എന്തായാലും വലിയൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. നമുക്കറിയാം കരുനാഗപ്പള്ളി, ഓച്ചിറ, ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു അക്രമ സംഭവങ്ങൾ, ഗുണ്ടാ സംഘങ്ങളുടെയൊക്കെ നേരത്തെ നടന്ന സംഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണവും ഒക്കെ മുൻകാലങ്ങളിലുള്ള ചരിത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ ഒരു കേസ് ഏറ്റെടുത്തിരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും. ടോം, യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്താണ് പട്ടാപ്പകൽ ബാറിൽ കയറി ഗുണ്ട ആക്രമണമുണ്ടായത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. BJP ഫണ്ട് തട്ടിപ്പിൽ നിർണായക ശബ്ദരേഖ പുറത്ത്. 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ശബ്ദ സന്ദേശം. കമ്മീഷൻ നൽകിയ കമ്പനി പ്രതിനിധിയുടെയാണ് ഓഡിയോ. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജനയ്ക്ക് നൽകിയത് 31 ലക്ഷം രൂപ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ കുടിശ്ശിക നൽകാമെന്ന ധാരണ പാലിക്കപ്പെട്ടില്ലെന്നും ഓഡിയോയിൽ പറയുന്നു. ഫുള്ള് വാങ്ങിത്തരുമ്പം കൊടുക്കാമെന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 465 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് കൊടുത്താൽ പോരെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അത് വർഷം കഴിഞ്ഞുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ദിവസമായില്ലേ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടി കമ്പനിയിലൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കമ്പനി ആപാടെ നഷ്ടത്തിൽ നിൽക്കുവാണ്. നമുക്ക് ആപാടെ കിട്ടുന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലും ഇപ്പോൾ കിട്ടാതെ ഇപ്പം ആപാടെ കൈനഷ്ടം വന്നുകൊണ്ട് നിൽക്കുക. എത്രയും പെട്ടെന്ന് ആ പൈസ ഫണ്ടൊന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒന്ന് ചെയ്തു തരണേ. അതേസമയം ദേശീയ നേതൃത്വത്തിന് ലഭിച്ച ബില്ലിൽ ഒരു ദിവസം 27 മണിക്കൂർ കാർ ഓടിയെന്ന് കാട്ടിയും പണം തട്ടി. തിരുവനന്തപുരം നോർത്തിലെ BJP നേതാവിൻ്റെ ഉടമസ്ഥയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലാണ് തട്ടിപ്പ്. VV അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, BJPയെ സംബന്ധിച്ചേറെ നാണക്കേടുണ്ടാക്കുന്ന, അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സംഭവമാണ് ഈ ഫണ്ട് തട്ടിപ്പ് കേസ്. ഇത് പല ഉന്നത നേതാക്കൾ പോലും ഈ ആരോപണ നിഴലിലാകുന്നുണ്ട്, ആരോപണ വിധേയരാണ്. എന്താണ് ഏറ്റവും പുതിയതായി പുറത്തു വന്ന ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് വ്യാപകമായി കമ്മീഷൻ തട്ടുന്നു, അതോടൊപ്പം വാഹനങ്ങളുടെ പേരിൽ വാഹനങ്ങൾ ഓടിച്ചതുമായി ബന്ധപ്പെട്ട് പണം തട്ടിപ്പ്. ഇത് വലിയ രീതിയിൽ ഒരു ആഭ്യന്തര പ്രശ്നമായി സംഘടനയ്ക്കുള്ളിൽ, BJPക്കുള്ളിൽ ഇത് മാറുന്നുണ്ടോ അരുൺ? ടോം, അക്ഷരാർത്ഥത്തിൽ കടും വെട്ടാണ് BJPയിൽ നടന്നതെന്ന് ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാവുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് നടന്നത്. പാർട്ടി കൊടി, അത് ദേശീയ നേതൃത്വം സൗജന്യമായി നൽകിയ കൊടിയുടെ പേരിൽ പോലും ബില്ലിട്ട് തട്ടിപ്പ് നടത്തി, വ്യാജ ബില്ലുകളുണ്ടാക്കി, വ്യാജ GST ബില്ലുണ്ടാക്കി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത നൽകിയത് ഈ സംസ്ഥാന സെക്രട്ടറി അഞ്ജന 31 ലക്ഷം രൂപ കൊടിയുടെ പേരിൽ കമ്മീഷൻ വാങ്ങിയെന്ന ഒരു കത്ത് BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ലഭിച്ച കത്തിൽ കൃത്യമായ ആരോപണമുണ്ടായിരുന്നു. അതൊന്നുകൂടി ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് അഞ്ജനയ്ക്ക് ഈ 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകും. അതായത് മുഴുവൻ തുകയും, ഈ കരാറുകാരന് മുഴുവൻ തുകയും കിട്ടുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് വീണ്ടും 4.65 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അതിനു മുമ്പ് തന്നെ കരാർ പ്രകാരം മുഴുവൻ തുകയും നൽകുമ്പോൾ കമ്മീഷൻ നൽകാമെന്നായിരുന്നു ആദ്യ ധാരണ. ആ ധാരണ പോലും നോക്കാതെ ഈ 31 ലക്ഷം രൂപ കമ്മീഷൻ അഞ്ജനയ്ക്ക് കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ 4.65 ലക്ഷം രൂപ പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ഈ കരാറുകാരൻ BJP നേതാവിനോട് ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ കുടിശ്ശിക നൽകാമെന്നായിരുന്നു അഞ്ജന ഉറപ്പ് നൽകിയത്. പക്ഷേ ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം ബുദ്ധിമുട്ടാണ്, കമ്പനിയിൽ ഞാനിപ്പോൾ പ്രശ്നത്തിലാണ്, ഉടൻ ഫണ്ട് റിലീസ് ചെയ്യണമെന്നാണ് ഈ കമ്പനി, ഈ കൊടി അടിച്ചു നൽകിയ കമ്പനിയുടെ ഉടമ BJP നേതാവിനോട് പറയുന്നത്. അതായത് 31 ലക്ഷം രൂപ കൊടിയുടെ പേരിൽ മാത്രം കമ്മീഷൻ വാങ്ങിച്ചു. അത് വാങ്ങി എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ എന്നിട്ടും ബാക്കി കൊടുക്കാനുള്ള തുക ഈ കരാറുകാരനെ കൊടുത്തു തീർത്തില്ല എന്നാണ് അയാളുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. മറ്റൊരു വിവരം ഇന്ന് പുറത്തു വന്നത്,
നേരത്തെ തന്നെ ഈ കൊട്ടേഷൻ പലതും വ്യാജമാണ് തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അത് കൊടി പ്രിന്റ് ചെയ്തത് മോദിയെ സ്വീകരിക്കാനുള്ള കട്ടൗട്ടുകളുടെ കാര്യത്തിലൊക്കെ കമ്മീഷൻ തട്ടിയെടുത്തു BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ. ഇപ്പോൾ ഒരു വളരെ രസകരമെന്ന് തോന്നുന്ന ഒരു ബില്ലാണ് പുറത്തു വന്നത്. ഓരോ ദിവസത്തെയും ഓടിയ സമയം, ഓരോ ദിവസവും കാറുകൾ ഓടിയ സമയം, അതായത് വാടകയ്ക്ക് കാറുകൾ എടുത്തിരുന്നു, അതിൽ പോലും തട്ടിപ്പ് നടന്നു നേരത്തെ വ്യക്തമായതാണ്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 22-ാം തീയതി ഓടിയ കാറ് 278 കിലോമീറ്റർ കാർ ഓടിയിട്ടുണ്ട്. 27 മണിക്കൂർ ഓടി എന്നുള്ളതാണ് അതിൽ രേഖപ്പെടുന്നത്. അതായത് ഒരു ദിവസം തന്നെ 27 മണിക്കൂർ ഓടി, ഒരു ദിവസത്തെ ബില്ലാണിത്. അങ്ങനെയുള്ള കണക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് നൽകി. അതായത് 24 മണിക്കൂറുള്ള ദിവസത്തിൽ 27 മണിക്കൂർ എങ്ങനെ ഓടി എന്ന ചോദ്യമാണ് ദേശീയ നേതൃത്വത്തെ അമ്പരപ്പിച്ചത്. ഈ കണക്കുകൾ BL സന്തോഷിന് മുന്നിലാണ് പരാതിയായി എത്തിയത്. അവിടെ അപ്പോൾ പരിശോധിക്കുമ്പോഴാണ് 27 മണിക്കൂർ എന്ന ഒരു കണക്ക് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള തികച്ചും കൗതുകരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വലിയ തട്ടിപ്പാണ് BJPയിൽ നടക്കുന്നത്. അത് കൊടിയടിച്ചത് മുതൽ കട്ടൗട്ട് തയ്യാറാക്കിയത് മുതൽ ഹെലികോപ്റ്റർ യാത്രയിൽ വരെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇത് മൂടിവെക്കാൻ പരമാവധി BJPയുടെ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ച ശേഷം അങ്ങനെ സംഭവമേ ഇല്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. തീർച്ചയായും നേതൃത്വം അറിയാതെ ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടക്കുമോ? ആരൊക്കെയാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ? സ്വാഭാവികമായും ഇതൊരു ചെറിയ കണക്ക് മാത്രമാണ് ഈ കാറുമായി ബന്ധപ്പെട്ട് ഉള്ള തട്ടിപ്പ്. അതിനപ്പുറം കോടികളുടെ ഒരു തിരിമറി ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എത്ര കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് അന്വേഷിക്കാൻ പാർട്ടി തലത്തിലൊരു സമിതി രൂപീകരിക്കുമോ? മാത്രമല്ല ആ രീതിയിൽ ഇത് ദേശീയ നേതൃത്വം എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അരുൺ, ടോം, സംസ്ഥാന ട്രഷറർ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ക്രമക്കേടുകൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓഡിറ്റിംഗ് സംഘം നടത്തിയ പരിശോധനയാണ് കൊടിയുടെ അടക്കം മറ്റ് കണക്കുകൾ പുറത്തു വരുന്നത്. സാധാരണ BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൊടി നൽകുന്ന ദേശീയ നേതൃത്വമാണ്, സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് നൽകും. ആ കൊടി ഇത്തവണ വരാൻ വൈകി. ആ അവസരത്തിലാണ് 1.5 കോടിയിലേറെ രൂപയുടെ കൊടി വാങ്ങാൻ ഓർഡർ കൊടുത്തത്. ആ കൊടുത്ത കമ്പനിയുടെ കാര്യമൊക്കെ ഇനിയും പുറത്തു വരാനിരിക്കുന്നു. ആ കമ്പനി അവിടെ നിന്ന് ആ 1.5 കോടിയുടെ കരാർ കൊടുക്കുമ്പോഴാണ് അതിൽ 31 ലക്ഷം രൂപ കമ്മീഷനായി BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് നൽകിയതെന്ന് ആണ് ഈ പരാതിയിലും ഇപ്പോൾ ഈ ശബ്ദരേഖയിലുമൊക്കെ വ്യക്തമാക്കുന്നത്. അത് കൊടിയുടെ മാത്രം കാര്യമാണ്. കട്ടൗട്ടുണ്ട്, യാത്രകളുണ്ട്, ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതുണ്ട്, വാഹനങ്ങളുടെ പൈസയുണ്ട്. അങ്ങനെ ഓരോ ഇതിലും തട്ടിപ്പുണ്ട്. വളരെ രസകരമായ കഥകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ ചുമതലയുണ്ടായിരുന്ന ഒരു നേതാവ് കോട്ടയത്ത് ഒരു 40 ലക്ഷത്തോളം രൂപ വിലയുള്ള ഒരു കാർ വാങ്ങാൻ പോവുകയും അവിടെ ലിക്വിഡ് ക്യാഷ് നോട്ടുകെട്ടുകൾ ആ കമ്പനിയുടെ ഓഫീസിൽ നിരത്തി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവർ സ്വാഭാവികമായും 39-40 ലക്ഷം രൂപ ആ രീതിയിൽ റെഡി ക്യാഷായിട്ട് വാങ്ങാൻ കഴിയില്ല. അത് നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന നിയമത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണത്. അങ്ങനെ വരുമ്പോൾ അവർ അത് ചോദ്യം ചെയ്തു. അപ്പോൾ ഇതിന് സ്രോതസ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അച്ഛൻ ഏലം വിറ്റ് നൽകിയ പണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഈ പണം അവിടെ നൽകാൻ ശ്രമിച്ചു എന്ന കഥകളൊക്കെ BJPയിൽ തന്നെ പ്രചാരം നേടിയ ഈ ദിവസങ്ങളിലൊക്കെ കഥകളാണ്. അങ്ങനെ കേട്ടാൽ ഞെട്ടലുണ്ടാക്കുന്ന കഥകൾ. ഇങ്ങനെ ഒരു ദിവസം 27 മണിക്കൂറുണ്ടെന്ന് ബില്ല് കൊടുക്കാൻ കാണിച്ച ധൈര്യം, അതും ഒരു BJPയുടെ ജില്ലാ നേതാവിൻ്റെ പേരിലുള്ള കമ്പനിയാണ്, ട്രാവൽസാണ്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇപ്പോൾ ബില്ല് കൊടുത്തിരിക്കുന്നത്. GST നമ്പർ ഉൾപ്പെടെയുണ്ട്. നമ്മൾ പരിശോധിക്കുമ്പോൾ ആ GST നമ്പർ കൂടി വ്യാജമാണ്. അങ്ങനെ സർവത്ര വ്യാജവും സർവത്ര തട്ടിപ്പുമാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിക്കൽ നടന്നെന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. സുതാര്യതയാണ്, അഴിമതിരഹിത നേതൃത്വമാണ് BJPയുടെ ഏറ്റവും കരുത്തെന്ന് അവർ എപ്പോഴും അവകാശപ്പെടുന്നതാണ്. നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി അവർ ആ മുദ്രാവാക്യമാണ് കേരളത്തിലും പറയുന്നത്. ഇടത് വലത് മുന്നണികൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പാർട്ടി BJPയാണ്. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. പരമാവധി ഇത് ഒതുക്കി തീർക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓരോ തവണ അവർ ഇത് അമർത്തി വയ്ക്കാൻ നോക്കുന്തോറും കൂടുതൽ ശക്തിയോടുകൂടി തെളിവുകൾ പുറത്തു വരികയാണ്, തെളിവുകൾ സംസാരിക്കുകയാണ്, തെളിവുകൾ BJP നേതാക്കളോട് മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ നൽകിയത്? ഏറെ നാണക്കേടുണ്ടാക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. BJPയെ സംബന്ധിച്ച് BJP ഫണ്ട് തട്ടിപ്പിലാണ് നിർണായക ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇടവേള.
സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കും. കൊച്ചിയിൽ സ്വർണം നൽകാമെന്ന് പറഞ്ഞ് ദമ്പതികളിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. കർണാടക മൈസൂരു സ്വദേശികളായ അർജുൻ, വിനോദ് എന്നിവരാണ് പാലാരിവട്ടം പോലീസിന്റെ പിടിയിലായത്. കന്യാകുമാരിയിൽ നിന്നും കസ്റ്റഡിയിലെത്ത ഇരുവരും അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളെന്നും സൂചനയുണ്ട്. മൈസൂരുവിൽ ഭൂമി കുഴിച്ചപ്പോൾ സ്വർണം ലഭിച്ചതായും അത് വിൽക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംഘം പണം തട്ടിയെടുത്തത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇത് അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘമാണ്. ഈ രീതിയിൽ കൂടുതൽ പേരെ ഇവർ ഇരകളാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് പ്രതികൾ പിടിക്കപ്പെടുന്നത്? നേരത്തെ വടക്കഞ്ചേരി ഷൊർണൂർ ഭാഗങ്ങളിലും ഇവരുടെ തട്ടിപ്പിനിരയായ ആളുകളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ പാലാരിവട്ടം സ്വദേശികളായ ദമ്പതികളിൽ നിന്നും 6 ലക്ഷം രൂപയാണ് സ്വർണം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചത്. അതായത് ഭൂമി കുഴിക്കുമ്പോൾ സ്വർണം ലഭിച്ചു, അത് മാറാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് തന്നെ സഹോദരിയുടെ വിവാഹമാണ്, അതിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ ഈ ദമ്പതികളെ സമീപിച്ചത്. ഇവർ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ കബളിപ്പിക്കപ്പെട്ടവർ. അത് മാത്രമല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സ്റ്റേഡിയത്തിൽ അടുത്തുള്ള ഒരു കഫേയിൽ വെച്ചിട്ടാണ് ഇവർ പരിചയപ്പെടുന്നത്. തുടർന്നാണ് ഇവർ 6 ലക്ഷം രൂപ ഇവരുടെ കൈവശം നൽകുന്നതും അത് കൈപ്പറ്റിയ ശേഷം പിന്നീട് ഇവർ ഫോൺ ഓഫാക്കി മുങ്ങുന്ന നടപടിയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം പിന്നീടാണ് പോലീസ് അതായത് പാലാരിവട്ടം പോലീസാണ് ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്ത്. കർണാടക സ്വദേശികളാണ്. മൈസൂരുവിലാണ്, അതായത് കർണാടകയിൽ മൈസൂരുവിലാണ് ഭൂമി കുഴിച്ചപ്പോൾ ഇത്തരത്തിൽ സ്വർണം ലഭിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ സ്വർണം മാറ്റാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവരുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് തുകയായിട്ടാണ് 6 ലക്ഷം രൂപ കൈപ്പറ്റിയത്. അതിനുശേഷം സ്വർണം വിറ്റ ശേഷം ഈ പണം നൽകിയാൽ മതി എന്നുള്ള ഉറപ്പോടു കൂടിയാണ്, അതായത് ആദ്യം ഇവർക്ക് നൽകിയത് യഥാർത്ഥ സ്വർണമാണ്. അത് വിശ്വസിച്ചിട്ടാണ് ഈ കബളിപ്പിക്കപ്പെട്ടവർ വീണ്ടും പണം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതും 6 ലക്ഷം രൂപ ഇവർ കൈവശം ഇവർക്ക് കൈമാറാൻ ഉള്ള സാഹചര്യം ഉണ്ടായതും അങ്ങനെയാണ്. അതിനുശേഷം ഇവർ ഈ പണം തട്ടി മുങ്ങുന്ന, അതായത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുന്ന നിലപാടായിരുന്നു. അതുമാത്രമല്ല, അർജുൻ, വിനോദ്, അതായത് കർണാടക സ്വദേശികളായ അർജുൻ, വിനോദ് എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കഞ്ചേരി അതുപോലെ ഷൊർണൂർ ഭാഗങ്ങളിലുള്ള ആളുകളെയും ഇവർ ഇത്തരത്തിൽ കബളിപ്പിച്ചിട്ടുണ്ട്. ഇവർ ഈ കബളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വ്യാജ സ്വർണം ഉൾപ്പെടെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും 2 പേരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. നിരവധി പേർ ഇതിനു മുൻപും ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. ഇവർ ഈ അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗമായുള്ള ആളുകളാണ് ഈ അർജുനും വിനോദും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. യെസ്, ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ? അത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു? കാരണം കൊച്ചി കേന്ദ്രീകരിച്ച് മാത്രമല്ല, മറ്റ് പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന സൂചനയുണ്ടല്ലോ. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? ഇവരുടെ സംഘത്തിൽ എത്ര പേരുണ്ടെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു കണ്ടെത്തൽ? ഇവരെ കന്യാകുമാരിയിലുള്ള ഒരു ഒളിസംഖ്യത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. അതായത് പരാതിയെ തുടർന്ന് ഇവരെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുകയായിരുന്നു. കർണാടക സ്വദേശികളാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് അങ്ങനെ തന്നെ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അതുപോലെ കന്യാകുമാരിയിലുമൊക്കെ നിരവധി ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് കബളിപ്പിച്ചു എന്നുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അതും കേരളത്തിൽ വടക്കഞ്ചേരിയിലും ഷൊർണൂരിലുമൊക്കെ നിരവധി ആളുകൾ ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത്തരം പരാതികളുമായി ആളുകൾ ഷൊർണൂരിൽ നിന്നും വടക്കഞ്ചേരിയിൽ നിന്നും ഈ പാലാരി
പാലാരിവട്ടത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന ശേഷം അത്ര പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടുപേരിൽ അത് അർജുൻ വിനോദ് മാത്രമല്ല ഈ സംഘത്തിലുള്ളത് എന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്കും ഇവരുമായി ബന്ധിപ്പിക്കുന്ന മറ്റു കണ്ണുകളിലേക്കുമുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. എന്തായാലും വ്യാജ സ്വർണം ഉപയോഗിച്ച് നിരവധി പേരെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ മൈസൂരിൽ വെച്ച് ഭൂമി കുഴിച്ചപ്പോൾ ലഭിച്ച അത് നിധി ലഭിക്കുക എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള സ്വർണമാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ള കഥയുണ്ടാക്കി അത് ആളുകളെ വിശ്വസിപ്പിച്ച് ആദ്യഘട്ടത്തിൽ അവർക്ക് യഥാർത്ഥ സ്വർണം നൽകി അവരുടെ വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് പിന്നീട് വ്യാജ സ്വർണം ഇവർക്ക് നൽകുന്നതും അവരിൽ നിന്നാണ് അങ്ങനെയാണ് ഈ പാലാരിവട്ടം സ്വദേശികളായ ദമ്പതികളിൽ നിന്നും 6 ലക്ഷം രൂപ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പിന്നീട് ഇവര് ബാക്കി തുക അതായത് സ്വർണം നൽകി അത് സ്വർണം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇവർ പരാതിയുമായി പാലാരിവട്ടം പോലീസ് എത്തുന്നത്. അപ്പോഴേക്കും ഇവർ മുങ്ങിയത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയത്. പക്ഷേ പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കന്യാകുമാരിയിലുള്ള ഒളിസങ്കേതത്തിൽ നിന്നും ഈ അർജുനെയും വിനോദിനെയും പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ തട്ടിപ്പിനിരയ ആളുകളുണ്ട്, അതുപോലെ കേരളത്തിലും മറ്റ് ജില്ലകളിലുമൊക്കെ തട്ടിപ്പിനിരയായ ആളുകളുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതേ തുടർന്ന് ഇവരെ പറ്റിയുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ഇവരുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെ പറ്റിയുള്ള അന്വേഷണം, ഇവർ കോൺടാക്ട് ചെയ്തുള്ള ആളുകളുടെ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ്. നിലവിൽ പാലാരിവട്ടം പോലീസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. ടോം, ആജ്ഞ, ഈ സംഘത്തിൽ തട്ടിപ്പ് സംഘത്തിൽ മലയാളികളുണ്ടോ? മലയാളികൾക്കും ഇതിൽ പങ്കുണ്ടോ? ടോം, അത്തരം വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ഈ അർജുനും വിനോദും കർണാടക സ്വദേശികളാണ്. ഇവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതായത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഈ ആളുകളുമായി, അതായത് തട്ടിപ്പിനിരയായ ദമ്പതികളുമായി ഇവർ സ്റ്റേഡിയത്തിനടുത്തുള്ളൊരു കഫേയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. ഗ്രാജുവലിയുള്ള പരിചയം. ഇത്തരത്തിൽ തങ്ങളുടെ സഹോദരിയുടെ വിവാഹമാണ്, അതിന് തങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, പക്ഷെ അത് വിൽക്കാൻ കഴിയുന്നില്ല, അതൊന്ന് വിൽക്കാൻ സഹായിക്കണം എന്നുള്ള റിക്വസ്റ്റുമായിട്ടാണ് ഇവർ ഈ ദമ്പതികളെ സമീപിക്കുന്നത്. തുടർന്നാണ് ഈ സ്വർണം ഇവർക്ക് വിൽക്കാൻ ഇവർ തീരുമാനിക്കുന്നത്, ഇവർ വാങ്ങാൻ തീരുമാനിക്കുന്നത്, ദമ്പതികൾ വാങ്ങാൻ തീരുമാനിക്കുന്നതും അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഇവർ ഒറിജിനൽ സ്വർണം നൽകുന്നതും പിന്നീട് വ്യാജ സ്വർണം നൽകി ഈ ദമ്പതികളെ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതിൽ ടോം സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷൊർണൂരും വടക്കഞ്ചേരിയിലുമൊക്കെ ഇത്തരം തട്ടിപ്പിനിരയായ ആളുകളുണ്ട്. ഇവർ ഏത് തരത്തിലാണ്, ഇവർ തന്നെയാണ് നേരിട്ട് തട്ടിപ്പ് നടത്തിയതാണോ, മറ്റു കണ്ണികളുണ്ടോ, മറ്റു ആളുകളുണ്ടോ ഇതിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ കർണാടക സ്വദേശികളായ അർജുനും വിനോദുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഉണ്ട്. വരും ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതല്ല, അന്തർസംസ്ഥാന തട്ടിപ്പ് കണ്ണിയുടെ ഭാഗമാണ് ഇവരെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതെന്തായാലും അത്തരത്തിലുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ പരാതികൾ എത്തിയേക്കാം. അതുപോലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. അന്തർസംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ പ്രധാനികളാണ്. ഇവരുടെ സംഘാംഗങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കാസർഗോഡ് ദമ്പതിമാർ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് വീട്ടിൽ വൻ കവർച്ച. 14 പവനോളം സ്വർണവും പണവും കവർന്നെന്നാണ് പരാതി. പൈവളികെ സ്വദേശി സുബ്രായ സായിയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 9-നാണ് കവർച്ച നടന്നെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 10-ാം തീയതിയാണ് ഇത് നടന്നത്. ഏകദേശം നടന്നത് 10-ാം തീയതി സ്കൂളിൽ പോയിട്ട് നമുക്ക് എടുത്തത്. അത് ഗുണത്തുള്ള ആൾ തന്നെ ആയിട്ടുണ്ടാകും. എല്ലാം നോക്കുന്ന ആളെ 13 പവന് പൊന്നി പോയിട്ടുണ്ടാകും. ഏകദേശം 13 പവൻ. പിന്നെ 20,000 മേലെ പോയി. വൈകിയത് 10 ദിവസം ഞാൻ നോക്കുമ്പോ തന്നെ പോയി. എനിക്ക് ഡൗട്ട് ഒന്നുമില്ല, കാണുന്നില്ല. അങ്ങനെ 10 ദിവസം നോക്കുമ്പോ പിന്നെ കടത്തിന് ആവശ്യം നമുക്ക് നമ്മൾ അതിന്റെ നോക്കണ്ട നോക്കുമ്പോൾ പൈസ ഇല്ല, പിന്നെ ഇതില്ല, ഒന്നുമില്ല. പിന്നെ 25-ാണ് ഞാൻ ഈ സ്റ്റേഷനിൽ പോയത്. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, മാർച്ച് 9-ന് കവർച്ച നടന്നു എന്ന് പറയുന്നു. ഏകദേശം 4 മാസം പിന്നിടുകയാണ്. എന്തുകൊണ്ടാണ് പോലീസ് അന്ന് പരാതി സ്വീകരിക്കാതിരുന്നത്? ഇത് ഒരു കുടുംബാംഗം, ആ കുടുംബം ഗൃഹനാഥൻ നേരിട്ട് പോലീസിൽ പരാതി നൽകി. എത്രയധികം ലക്ഷങ്ങളുടെ സ്വർണം നഷ്ടപ്പെട്ടു. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ കേസ് നടപടി ഉണ്ടായിരിക്കുന്നത്.
ടോമെ, തീർച്ചയായും ഈ പൈവെളികെ കുരുടപ്പദവിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ച് 9 ഇവിടെ ഇങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടത്. അതായത് 110 ഗ്രാം 13 പവനോളം സ്വർണം, അതോടൊപ്പം 20,000-ഓളം രൂപ. ഇങ്ങനെ പണം നഷ്ടപ്പെട്ട് മഞ്ചേശ്വരം പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയെങ്കിലും അത് പോലീസ് ഇവിടെ എത്തി ചെറിയൊരു പരിശോധന നടത്തിയതല്ലാതെ തുടർ അന്വേഷണമൊന്നും നടത്തിയില്ല. മാത്രമല്ല FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു, അത് അങ്ങനെ പോയി. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് കണ്ട് ഇദ്ദേഹം, അതായത് ഈ മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചനകളും ഇദ്ദേഹം പോലീസിന് നൽകിയിരുന്നു. ആ മോഷ്ടാവ് ആ പ്രദേശവാസിയായ ഒരാൾ തന്നെയാണ്. അയാളെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. അങ്ങനെ മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചനകൾ ഉൾപ്പെടെ നൽകിയാണ് ഇപ്പോൾ ജില്ലാ പോലീസിന് പരാതി നൽകിയതും ഈ കേസിൽ ഇപ്പോൾ FIR ഇന്ന് രജിസ്റ്റർ ചെയ്ത സാഹചര്യമുണ്ടായത്. ഇത് ഈ പരാതിയിൽ പറയുന്നത് ഇദ്ദേഹവും ഈ കുടുംബനാഥനായ ഇദ്ദേഹവും ഭാര്യയും കർണാടകയിലെ സുബ്രഹ്മണ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പൂജയ്ക്കായി പോയതായിരുന്നു. ആ സമയത്താണ് ഈ കവർച്ച നടന്നത്. ഈ മക്കൾ കോളേജിലാണ് പഠിക്കുന്നത്, ഒരാൾ കോളേജിലും ഒരാൾ സ്കൂളിലും. അങ്ങനെ ഇവർ ഇല്ലാത്ത സമയത്ത് താക്കോൽ വീട്ടിൽ ഇങ്ങനെ വെച്ചിരുന്നു. ആ താക്കോൽ എടുത്ത് വീട് തുറന്ന് കൃത്യമായി കവർച്ച നടത്തി. അതാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഇവർ പേര് സഹിതം ഒരു സംശയമുള്ള ആളെ ഇവർ ഈ ഒരു പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളാണെന്നത്. പക്ഷേ പോലീസ് അയാളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനോ തുടരന്വേഷണം ഒന്നും നടത്തിയില്ല. പോലീസ് ഒരു എൻക്വയറി നടത്തി നേരത്തെ ഈ കവർച്ച നടന്ന സമയത്ത്. പിന്നീട് വീണ്ടും പരാതി നൽകിയപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വന്ന് ഒരു അന്വേഷണം നടത്തിയെന്നല്ല, അതൊരു FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോഴാണ് ഈ കേസിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങൾക്ക് ശേഷം ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ ഇന്ന് ഈ ഒരു വീട്ടിലെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 13 പവനോളം സ്വർണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടോമി, ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് കയ്യാർ എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായ രീതിയിൽ വീട്ടിൽ ഈ കുടുംബം ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഇത്തരത്തിലൊരു കവർച്ച നടന്നത്. അതും ഇതുവരെ പ്രതികളെ പോലീസ് പിടികൂടില്ല. അതും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു കവർച്ച നടന്നിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു കവർച്ച. ഇത് മാർച്ചിലാണ് നടന്നതെങ്കിലും ഇതിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇവർക്ക് കാണേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കയ്യാറിലെ അടച്ചിട്ട വീട്ടിലെ കവർച്ചയും പോലീസിന് ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല. അതായത് ഇത്രയും മാസങ്ങളായി ഈ സംഭവം നടന്നിട്ട് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയല്ലേ? കാരണം 4 മാസം മുൻപ് നടന്ന ഒരു കവർച്ചാ കേസിൽ തെളിവുകൾ കണ്ടെത്തണം, പ്രതിയെ കണ്ടെത്തണം, വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമല്ലേ അത്? ടോമെ, ഇതിൽ കൃത്യമായി ഇവർ പേര് സഹിതം ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് ഈ അയൽവാസി വീടിന് തൊട്ടടുത്തുള്ള ഒരാൾ, അയാളുടെ പേര് സഹിതമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അയാളെ സംശയമുണ്ട് എന്നാണ് ഇവർ കുടുംബം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നടപടികൾ നേരത്തെ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ പോലീസ് അത്തരമൊരു നടപടികളിലേക്ക് ഒന്നും കടക്കാതെ ഈ വീട്ടിലെത്തി ചെറിയൊരു അന്വേഷണം നടത്തി പിന്നീട് തുടരന്വേഷണം ഒന്നും ഇല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഇവർ ഈ പേര് സഹിതം സംശയമുള്ള ഒരാളെ ഇവർ പറയുന്നുണ്ട്. അയാളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീടുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു സംഭവത്തിലും കവർച്ച നടത്തിയത്. കയ്യാറിലേക്ക് വന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്, സ്വർണം അവിടെ നിന്ന് തന്നെ അവരുടെ വീട്ടുപറമ്പിൽ നിന്ന് തന്നെ കവർച്ച ചെയ്ത സ്വർണം കടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും വീടുമായി അടുത്ത ബന്ധമുള്ളവരെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. എന്നാലും പ്രൊഫഷണൽ സംഘങ്ങളല്ല ഇത്തരം സംഭവങ്ങൾ ഈ കവർച്ച നടത്തിയത് 2 കേസിലേക്ക് പരിശോധിച്ചാലും എന്ന് പ്രാഥമികമായി പോലീസ് പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ പേര് സഹിതം ആരാണോ ഈ ഒരു മോഷണം നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ പേരുൾപ്പെടെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നാണ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്തത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു FIR പോലും ആ സമയത്ത് 13 പവനോളം സ്വർണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണ്. കാരണം സ്വർണത്തിന് ഇപ്പോൾ വലിയ വിലയാണ്. അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ട് ഒരു പരാതി നൽകിയാൽ അത് FIR രജിസ്റ്റർ ചെയ്തതിന് പകരം പോലീസ് അതൊരു പ്രാഥമിക പരിശോധന നടത്തി അത് ആ കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇന്ന് ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ താക്കോൽ ഇവർ വീട്ടിൽ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു. ആ സ്ഥലം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ, അതാണ് ഇവരുടെ ഈ ഒരു പരാതിയിലും കാസർഗോഡ് നിന്ന്
വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെന്നി ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി. മല്ലേരി ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെന്നി ജോപ്പനെ ഒഴിവാക്കിയത്. കേസിൽ 3ാം പ്രതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പൻ. സരിതാ നായർക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയെന്ന മല്ലേരി ശ്രീധരൻ നായരുടെ മൊഴി പ്രകാരമാണ് ടെന്നി ജോപ്പനെ പ്രതി ചേർത്തത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏക അറസ്റ്റായിരുന്നു ടെന്നി ജോപ്പൻ്റേത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാനാണ് തന്നെ പ്രതിപ്പട്ടികയിൽ കൊണ്ടുവന്നത്, തന്നെ കരുവാക്കിയതെന്നാണ് ടെന്നി ജോപ്പന്റെ പ്രതികരണം. പറഞ്ഞില്ലേ, കഴിഞ്ഞ 13 വർഷമായി ഞാനും എന്റെ കുടുംബം അനുഭവിച്ച വേദനയ്ക്ക്, മനോവിഷമത്തിന് ബഹുമാനയുടെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച എന്റെ അഡ്വക്കേറ്റ് സോണിയ ഈ കേസിന്റെ മെറിറ്റ് നോക്കി ഹൈക്കോടതി അപ്പീൽ വരികയും ഹൈക്കോടതി അത് മല്ലേരി ശ്രീധരൻ നായരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട്, കാര്യം കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് എനിക്കൊരു മോചനം തന്നിരിക്കുകയാണ്. അതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അതിനെപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താ സംഭവിച്ചതെന്നെല്ലാം നിങ്ങൾ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്നെ ക്രൂശിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അവരെല്ലാവരും. എന്നെ ബലിയാടാക്കിക്കൊണ്ട് ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. ഞാൻ ജയിലിൽ കിടന്നത് അനുഭവിച്ച എന്റെ കുടുംബവും ഞാനുമാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ഞാൻ ചെല്ലുന്നു, 11 മണിക്ക് ചെല്ലുന്നു, അരമണിക്ക് ചോദ്യം ചെയ്യുന്നു. എന്റെ ഇടയ്ക്ക് ഹേമേന്ദ്രൻ വന്ന് എന്തോ ചോദ്യം ചെയ്യുമ്പോൾ എന്നെ അടിക്കുന്നു. ഞാൻ സാറിന് അടിക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളി മിണ്ടുന്നില്ല. 4 മണിയായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയിട്ട് പറയുന്നു ജോബിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പോകുന്നു. ഞാൻ സംഭവിക്കാം. അപ്പോൾ ഞാൻ അറിയുന്നതിനെ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എന്നോടൊന്ന് ചോദിച്ചു, ഞാൻ കറക്റ്റ് മറുപടി പറഞ്ഞു. പുള്ളി എന്നെ കൈ അടിച്ചു. ഞാൻ ചോദിക്കുന്നു, സാർ എന്തിനാണ് ഞാൻ അടിക്കുന്നത്? അതിനകത്തൊന്നും മിണ്ടിയില്ല. അങ്ങനെ കാരണം അടിച്ചു. ഞാൻ എന്തായാലും 6ാം ക്ലാസ് മുതലേ KS പ്രവർത്തനം വളർന്നു, മാറിമാൻസ് കോളേജ് പഠിച്ചു, യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരുപാട് സമരങ്ങൾ ചെയ്തു, KS യുദ്ധം സമരം ചെയ്ത വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ് അല്ലെന്ന് ആരും പറയത്തില്ലല്ലോ എന്തായാലും. പിന്നെ എന്റെ പെൻഷൻ, ഞാൻ പെൻഷന് വേണ്ടി ഇപ്പോൾ കൊടുത്തു. കാരണം എനിക്ക് 9 വർഷം ഞാൻ ജോലി ചെയ്താണ്. കഴിഞ്ഞ ഗവൺമെന്റ് എന്റെ പെൻഷൻ അപേക്ഷ തള്ളിക്കളഞ്ഞു. ഇപ്പൊ ഞാൻ വീണ്ടും പുതിയ ഗവൺമെന്റ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. പരിഗണിക്കുമെന്നാണ് വിശ്വാസം. പക്ഷേ എനിക്ക് വേറെ മാർഗമില്ല, ജീവിത മാർഗമൊന്നുമില്ല. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇതേറെ വിവാദമായ സംഭവമായിരുന്നു ടെന്നി ജോപ്പൻ്റെ അറസ്റ്റ്. അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ തിരുവഞ്ചൂര് ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നത്, അതും സോളാർ തട്ടിപ്പ് കേസിൽ. വർഷങ്ങൾക്ക് ശേഷം ടെന്നി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. അത് കോടതിക്ക് പുറത്ത് ഒരു സെറ്റിൽമെൻറ്റ് നടന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? ടോം, ടെന്നി ജോപ്പനുമായിട്ടുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് മലയിൽ ശ്രീധരൻ നായർ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ നിന്നും ടെന്നി ജോപ്പനെ ഒഴിവാക്കാനുള്ള അനുമതി കോടതി നൽകുന്നത്. ടെന്നി ജോപ്പനുമായുള്ള പ്രശ്നങ്ങൾ കോടതിക്ക് പുറത്തു വെച്ച് പരിഹരിച്ചുവെന്ന് മലയിൽ ശ്രീധരൻ നായർ വ്യക്തമാക്കി. പക്ഷേ അതേ മലയിൽ ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അതായത് സരിതാ നായർക്ക് പണം നൽകാൻ ടെന്നി ജോപ്പൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ടെന്നി ജോപ്പനെതിരെ കേസെടുക്കുന്നതും. ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും ഓഫീസിൽ നിന്നും നടന്നിട്ടുള്ള ഏക അറസ്റ്റും ടെന്നി ജോപ്പൻ്റെതാണ്. കേസിലെ 3ാം പ്രതിയാണ് ടെന്നി ജോപ്പൻ. അത് ഈ മലയാളി ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നതും. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ഏക അറസ്റ്റ് ടെന്നി ജോപ്പൻ ആകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കോന്നി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. കുറ്റപത്രം പിൻവലിക്കാൻ, അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ നിന്നും തന്നെ ഒഴിവാക്കാൻ ടെന്നി ജോപ്പൻ അപേക്ഷ നൽകിയിരുന്നതുമാണ്. എന്തായാലും നിലവിൽ ഈ 13 വർഷത്തിന് ശേഷമാണ് ടെന്നി ജോപ്പനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നത്. അതും ഈ പരാതിക്കാരനായ മലയാളി ശ്രീധരൻ നായരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ, അതായത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ നിന്നും പ്രതിപട്ടികയിൽ നിന്നും ടെന്നി ജോപ്പനെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതാ നായർക്ക് പണം നൽകാൻ മലയാളി ശ്രീധരൻ നായർ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് ടെന്നി ജോപ്പനെതിരായി വന്നിട്ടുള്ള കേസ്. അതേസമയം ടെന്നി ജോപ്പന്റെ വേർഷൻ കൂടി കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടിയാണ് തന്നെ ബലിയാടാക്കിയത്, അത് താനും തന്റെ കുടുംബവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ടെന്നി ജോപ്പനെതിരെ ഉള്ള കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് മലയാളി ശ്രീധരൻ നായർ അറിയിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായത്.
അതിനുള്ള അനുമതി ഹൈക്കോടതി നൽകിയതും ഈ ഒരു സാഹചര്യത്തിലാണ്. 13 വർഷം നീണ്ട വലിയ ഒരു കോളിളക്കത്തിന് ശേഷമാണ് ടെന്നി ജോപ്പൻ ഈ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ടോം. എസ് ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പൻ്റെ അറസ്റ്റ്. ഒടുവിൽ 13 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് ടെന്നി ജോപ്പനെ ഈ കേസിൽ നിന്നും, സോളാർ തട്ടിപ്പ് കേസിൽ നിന്നും, പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.